അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത് അൻസാർ നന്മണ്ട എന്ന് പറയുന്ന ഒരു സലഫി പ്രഭാഷകൻ, അദ്ദേഹം അധികവും കുടുംബ സംഗമങ്ങളിലാണ് അദ്ദേഹം പ്രഭാഷണം നടത്താറുള്ളത്. കൂടുതലായിട്ടും സ്ത്രീകളൊക്കെ വന്നിരിക്കുന്ന വേദിയിലേക്ക് ഇദ്ദേഹം പ്രഭാഷകനായി കടന്നു വരുന്നു. ഫാമിലി മീറ്റിൽ, അതുപോലെ തന്നെ ഉമ്മമാർക്കുള്ള സംഗമങ്ങൾ, സ്ത്രീകളെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെയാണ് ഇദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടക്കത്തിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉമ്മയെക്കുറിച്ച് വർണ്ണിക്കുന്നു, ഉപ്പയെക്കുറിച്ച് വർണ്ണിക്കുന്നു, മക്കളെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഇങ്ങനെ നല്ല ആയത്തും ഹദീസൊക്കെ ഓതിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം നടത്തും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബജീവിതം നന്നാക്കലോ അല്ലെങ്കിൽ നിങ്ങൾ മക്കളോടുള്ള പെരുമാറ്റം നന്നാക്കലോ ഒന്നുമല്ല. ഇദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇതിനിടയിൽ കൂടെ കുറച്ച് വഹാബിസം തിരികെ കയറ്റണം. തൻ്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ കഴിവിൻ്റെ പരമാവധി വഹാബിസത്തിലേക്ക് ഇവരെ കടത്തണം. അവരൊറ്റ ലക്ഷ്യമുള്ളൂ. അല്ലാതെ നിങ്ങളെ ഫാമിലി നന്നാക്കലോ നിങ്ങളുടെ കുടുംബം നന്നാക്കലോ എന്നൊന്നും ഇയാളുടെ ആത്യന്തികമായ ലക്ഷ്യം അല്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇതുപോലെയുള്ള പരിപാടികളിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം വലിയ ഫാമിലി പ്രഭാഷകനാണത്രേ. ഇദ്ദേഹം സ്ത്രീകൾക്ക് പ്രത്യേക മോട്ടിവേഷൻ കൊടുക്കുന്ന പ്രഭാഷകനാണ് എന്നൊക്കെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളിൽ 5-10 മിനിറ്റ് മാത്രമുള്ള ക്ലിപ്പുകൾ എടുത്തിട്ട്, കണ്ടില്ലേ ഇദ്ദേഹം നല്ല പ്രഭാഷകനാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകൾ ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പരമാവധി സ്റ്റേജുകളിലേക്ക് വഹാബികൾ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ വഹാബികളുടെ ഒരു പരിപാടി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർക്കെന്താ ഇവരുടെ ആദർശം പറയുന്ന വേദിയിൽ പറഞ്ഞാൽ പോരെ ഇത്തരം കാര്യങ്ങളൊക്കെ? ഒരു ഫാമിലി മീറ്റ് നടക്കുന്ന സദസ്സിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ എന്തിനാണ് ഇത്തരം ആദർശപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് സ്ത്രീകളെ വഹാബിസത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട വേദി പ്രത്യേകമായിട്ട് നിങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് അവിടെ വെച്ചല്ലേ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഇതൊരു പുതിയ ഒരു അജണ്ടയാണ് വഹാബികളുടെ. സ്ത്രീകളെ പരമാവധി വിളിച്ചു വരുത്തിയിട്ട് ഫാമിലി മീറ്റ്, കുടുംബ സംഗമം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കുടുംബ സംഗമങ്ങൾ. ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നു, അതിൽ ആ കുടുംബങ്ങളെ മുഴുവനും ഒത്തുചേർത്തുന്നു, അതിൽ ആണും പെണ്ണും എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് പരസ്പരം അവർ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ഹാളിൽ അവർ ഒരുമിച്ച് കൂടുന്നു. അവിടെ വെച്ച് ആണും പുരുഷനും സ്ത്രീയും പുരുഷനൊക്കെ പരസ്പരം ഒത്തുചേർന്ന് കൈ കൊടുക്കുന്നു, മുസാഫാത്ത് ചെയ്യുന്നു. എല്ലാം ഹലാലായി. കാരണം കുടുംബക്കാരാണ്. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ വിളിക്കാത്ത ഒരു ബന്ധമില്ലാത്ത ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കുടുംബസംഗമം വെക്കണം. എന്നിട്ട് അവിടെ നടക്കാത്ത ഒരു ഹറാമും ഇല്ല, എല്ലാ പരിപാടികളും നടക്കും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത്തരം കുടുംബ സംഗമങ്ങളിലേക്ക് ഇതിലും വഹാബികളുണ്ടാകും. ഈ വഹാബികളുടെ നേതൃത്വത്തിൽ ഈ പരിപാടിയിലേക്ക് ഏതെങ്കിലും ഇതുപോലെയുള്ളൊരു വഹാബിയെ ക്ഷണിക്കും. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെന്ത്, ഞാൻ ഇന്ന് വരെ മൗലിദ് ഓതിയിട്ടില്ല, ഞാൻ ഇന്ന് വരെ മരിച്ചെടുത്ത് ഓതിയിട്ടില്ല എന്നൊക്കെ രൂപത്തിൽ. ആദ്യമൊക്കെ നല്ല ഫാമിലി ക്ലാസ് ആയിരിക്കും, സ്ത്രീകളെ നന്നായി പൊക്കി വെക്കും. അതാണ് വഹാബികളുടെ ഒരു ശൈലി. സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ കുടുംബസംഗമങ്ങൾ വെക്കുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള വഹാബികളെ ഒരു കാരണവശാലും അത്തരം പരിപാടിയിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യരുത്. ഇങ്ങനെയുള്ള വഹാബികൾ വരുന്നുണ്ടെന്നറിഞ്ഞാൽ പരമാവധി അത്തരം പരിപാടികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ കുടുംബസംഗമങ്ങൾ നടത്തുന്നതിൻ്റെയും പിന്നിൽ വഹാബികളുടെ ഒരു വലിയ അജണ്ട തന്നെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബം വലിയൊരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ വഹാബി ഉണ്ടാകും. ഈ വഹാബി പറയാണ് ഇന്നാലിൻ്റെ പ്രഭാഷകനെ വെക്കണം. അദ്ദേഹത്തിനെ വെക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് നല്ല നല്ല ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കും. നല്ല പ്രഭാഷകനാണ്, കുഴപ്പമില്ല, ഉമ്മാനെ പറ്റി നല്ല പറയുന്നുണ്ട്, ഉപ്പാനെ പറ്റി നല്ല പറയുന്നുണ്ട്, കുടുംബജീവിതത്തെ പറ്റി നന്നായി പറയുന്നുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. പക്ഷേ ഇദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞ് പിന്നെ പതിയെ ഇദ്ദേഹം വഹാബിസം തുപ്പാൻ തുടങ്ങും. എല്ലാ വഹാബികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആളുകളുടെ കെണിവലകളിൽ, ഷെറുകളിൽ നമ്മൾ പെടാതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.